പുള്ളിക്കണക്ക് ഗായത്രി സെന്റർ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഗുരുവന്ദനം ചടങ്ങ് നടത്തി. തിരുവനന്തപുരം കരമന NSS കോളേജ് മലയാള വിഭാഗം അധ്യാപിക ഡോക്ടർ ലക്ഷ്മിദാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിലെ 2023-2024 ബാച്ച് 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഗുരുവന്ദന ചടങ്ങ് നടന്നു. സ്കൂൾ സെൻട്രൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ ചെയർമാൻ സി ഷാജി അധ്യക്ഷത വഹിച്ചു. കൊറോണയ്ക്ക് ശേഷം എന്തോ ഒരു അകൽച്ച ബാധിച്ചതുപോലെ 2 വർഷത്തെ അകലം കുട്ടികളിൽ ബാധിച്ചിരുന്നു. അതിൽ നിന്ന് മാറി വളരെ ആത്മാർത്ഥമായ ഒരു അടുപ്പം ഉള്ള ഒരു ബാച്ചായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. പഴയ വിദ്യാർത്ഥികളെ തിരിച്ചു കിട്ടിയതുപോലെ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ വിദ്യാലയം, ഞങ്ങളിവിടെ ആദ്യ ബാച്ചിനെ, അതായത് ഇവിടുന്ന് പ്ലേ സ്കൂളിൽ തുടങ്ങി 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് ഒരു കവിത എഴുതി ആ കവിതയിലൂടെയായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് ആ കുട്ടികൾക്ക് വിട കൊടുത്തത്. അടരുവാൻ എന്തേ എന്ന് തുടങ്ങുന്ന ഒരു വരി ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? അത് അടരുവാൻ എന്തേ വിഷാദം ഈ പൂവിൽ നിന്ന്, അടരുവാൻ എന്തേ വിഷാദം എന്നും പറഞ്ഞാൽ തുടങ്ങുന്നത്. ആ പൂവിൽ നിന്ന് മാറുന്ന വണ്ടിനെ പോലെയായിരുന്നു, അല്ലേ? ചിരാതുകളായി മാറുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു വലിയ പ്രൊഫൈലിൽ നിന്ന് ചിരാതുകളായി നിങ്ങൾ മാറുന്ന, ചിരാതെന്ന് വെച്ചാൽ എന്താണ്? ചെറിയ മൺവിളക്കുകൾ. അതിൽ നിന്ന് കൊളുത്തിക്കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യുവാണ്? ലോകത്തിന് മുഴുക്ക പ്രകാശം പരത്താൻ പോകുന്ന ചെറിയ ചെറിയ ദീപങ്ങൾ പിന്നീട് വലിയ വെളിച്ചങ്ങളായി മാറേണ്ടതാണെന്നൊക്കെ അർത്ഥമാക്കുന്ന ഒരു കവിതയായിരുന്നു. ആ കവിത കുട്ടികളുമായി സ്റ്റേജിൽ ഒരു ഡാൻസ് രൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ ഞങ്ങളൊക്കെ അവിടെ സ്റ്റേജിൽ തന്നെ നിരന്നു നിൽപ്പുണ്ട്. അന്ന് കണ്ണു നിറയാത്ത ഒരാളിനെ പോലും ആ സദസ്സിലും ആ വേദിയിലും ഇല്ലായിരുന്നു. അത്രമാത്രം ആത്മാർത്ഥതയുള്ള ഒരു ബന്ധമായിരുന്നു കുഞ്ഞുങ്ങളും അധ്യാപകരും ഈ സ്കൂളുമായിട്ടുണ്ടായിരുന്നത്. കരമന NSS കോളേജ് മലയാള വിഭാഗം അധ്യാപിക ഡോക്ടർ ലക്ഷ്മിദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ ചുറ്റുപാടിൽ വിദ്യാർത്ഥികളുടെ ലക്ഷ്യബോധം തിരിച്ചറിഞ്ഞ് പഠനക്രമത്തെ ആഘോഷമാക്കാനും മാനസികോല്ലാസം വർദ്ധിപ്പിക്കുന്ന തരത്തിൽ പഠനം ഒരു അനുഭവം ആക്കാനും ശ്രമിക്കണമെന്ന് ലക്ഷ്മിദാസ് പറഞ്ഞു. പ്രത്യേകിച്ച് ഈ പഠന സമയത്ത് നമ്മുടെ മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് പഠനം തന്നെ ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങളിലേക്കുള്ള നമ്മുടെ ശ്രദ്ധ. നമുക്കത് സ്വയം കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്രായമായി എന്ന് തോന്നുമ്പോൾ ഈ അധ്യാപകരും അല്ലെങ്കിൽ അച്ഛനമ്മമാരും ആരും നിങ്ങളെ വിലക്കില്ല. പക്ഷെ നിങ്ങൾക്കത് തിരിച്ചറിയാൻ, അല്ലെങ്കിൽ നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള ഒരു പ്രായമാകുന്നത് വരെ അവർ നിങ്ങളുടെ പുറകെ തന്നെ ഉണ്ടാവും. അത് അവരുടെ ഒരു ഉത്തരവാദിത്തം തന്നെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആത്മബലത്തെക്കുറിച്ചാണ്. അപ്പോൾ ആത്മബലമുള്ള അല്ലെങ്കിൽ മാനസിക ബലമുള്ള ഒരാൾ പരീക്ഷയിൽ ഒരു തവണ തോറ്റു എന്ന് പറഞ്ഞാലും അയാൾ ഒരിക്കലും ജീവിതത്തിൽ തോക്കില്ല. ഐസക് ന്യൂട്ടനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഐസക് ന്യൂട്ടൻ ക്ലാസ്സിൽ നിന്നും പുറത്താക്കപ്പെട്ട വ്യക്തിയാണ്, മണ്ടനാണെന്നും പറഞ്ഞ്. പക്ഷേ പിന്നീട് സയൻസിൻ്റെ ഗതി നിയന്ത്രിച്ചത് തന്നെ ഐസക് ന്യൂട്ടനാണ്. യേശുദാസ് എന്ന് കേട്ടിട്ടില്ലേ? യേശുദാസ് ആകാശവാണി നടത്തിയ സൗണ്ട് ടെസ്റ്റിൽ പരാജയപ്പെട്ടു പോയ ആളാണ്. പക്ഷെ ഇന്നോ ആകാശവാണിയിൽ യേശുദാസിൻ്റെ പാട്ട് വരാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല. അപ്പോൾ അവരൊക്കെ ആ ഒരൊറ്റ തോൽവി കൊണ്ട് പിന്തിരിഞ്ഞു പോയിരുന്നെങ്കിലോ ഇന്ന് എവിടെയെങ്കിലും എത്തുമായിരുന്നോ? അപ്പോൾ ഒരു തോൽവികളെ നമ്മൾ നേരിടാൻ പഠിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. തോൽവി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയും തോൽവി വിജയത്തിൻ്റെ ചവിട്ടുപടിയാണെന്നൊക്കെ. ഊരുകൾ ചുറ്റി നടക്കും ഞങ്ങൾക്കേതൊരു നാടും തായ്നാട്, ഉടയോരുറ്റോരേ വരുമെങ്ങൾ കുലകേ ഞങ്ങളുടെ തറവാട്, ഊണിനുഴക്കരിയില്ലാത്തെറപ്പകൾ കൊടുതുണിയല്ലാതില്ലൊന്നും, മടിയിൽ കനമില്ലോരെള്ളോളം പെരുവഴിയിൽ തരിമ്പും ഭയമില്ല, നേടിയില യാതൊന്നും ഇന്നോളം ഇല്ല ഛേദം വരാനൊന്നുമെന്നാലും, നേടിയില യാതൊന്നും ഇന്നോളം ഇല്ല ഛേദം വരാനൊന്നുമെന്നാലും, പങ്കിട്ടാൽ തീരാത്ത ഭാഗ്യങ്ങൾ പാരിന്റെ ഭംഗികൾ ഞങ്ങൾക്കു തീറാണേ, വെള്ളോം വെട്ടോം ചെന്തിയും കുളിരമ്പിളി നെയ്യണ പൂമ്പട്ടും. തുടർന്ന് നടന്ന ചടങ്ങിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്കൂൾ വൈസ് ചെയർമാൻ ഫാദർ റോയി ജോർജ് ഹാൾ ടിക്കറ്റുകൾ വിതരണം ചെയ്തു. നല്ല പാഠങ്ങൾ പഠിച്ച് മനുഷ്യത്വമുള്ളവരായാണ് പുറത്തേക്ക് വിദ്യാർത്ഥികളെ വിടുന്നതെന്ന് സ്കൂൾ ചെയർമാൻ സി ഷാജി പറഞ്ഞു. സ്കൂൾ വൈസ് ചെയർമാൻ ഫാദർ റോയി ജോർജ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ
ഡോക്ടർ പി വിനോദ്, പ്രിൻസിപ്പൽ ലീന ശങ്കർ, ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ജയ്സിംഗ് എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ, സ്നേഹവിരുന്ന് എന്നിവയോടുകൂടിയാണ് പരിപാടികൾ സമാപിച്ചത്. അധ്യാപക, വിദ്യാർത്ഥികളെ കൂടാതെ രക്ഷകർത്തൃ പ്രതിനിധികൾ, സ്കൂൾ പാർലമെന്റ് ചുമതലക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ സ്കൂൾ പാർലമെന്റ് പദവികൾ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ജൂനിയർ പാർലമെന്റ് മെമ്പേഴ്സിന് കൈമാറ്റം ചെയ്തു. കായംകുളം.